ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന വോട്ട് ഇടതുപക്ഷക്കാരുടെ വോട്ടായിരിക്കും, മാർക്സിസ്റ്റുകാരുടെ വോട്ടായിരിക്കും, മാർക്സിസ്റ്റ് അനുഭാവികളുടെ വോട്ടായിരിക്കും, സഹയാത്രികരുടെ വോട്ടായിരിക്കും, അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ടായിരിക്കും. ഇവരൊക്കെ മടുത്ത് വെറുത്ത് ബോറടിച്ച് എങ്ങനെ പോയാലും ഇതിനെ തോപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്നുള്ള വാശിയിൽ നിൽക്കണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പില മാറിയിരുന്നെങ്കിൽ ഒരു കൊല്ലം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ മാന്യമായിട്ട് ഇത് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ട്, റിയാസിനെ ഏൽപ്പിച്ചാലും മതി, ഏൽപ്പിച്ചിട്ട് മാറിയിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാവില്ല. ജനങ്ങൾക്ക് എതിർപ്പ് സി പി എമ്മിനോടല്ല, ഇടതുപക്ഷ മുന്നണിയോടല്ല, സർക്കാരിനോടല്ല, ഭരണത്തോടല്ല. ഈ ഭരണം അത്ര മോശമൊന്നുമല്ല. അല്ല, അതാ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല, വികസന ഭരണം അത്ര മോശമൊന്നുമല്ല. മാത്രമല്ല, ഈ ശബരിമലയെ കുഴിച്ചു നിർത്തി കഴിഞ്ഞാൽ UDF-ൻ്റെ ഭരണകാലത്ത് നടക്കുന്ന അഴിമതികളെ വെച്ച് എത്രയോ കുറവാണ്. അഴിമതി എത്രയോ കുറവാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, ഇദ്ദേഹത്തോട് ആളുകളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തിയുണ്ട്. അത് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല, ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു കൊല്ലം മുമ്പ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വേറൊരാളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ സംഗതി പിടിച്ച് കയറാമായിരുന്നു. അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാനെങ്കിലും പറ്റിയത്.